അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണേ. അതൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ നിൽക്കുന്ന മാസമേതാണ്, ഈ വിട പറയാൻ പോകുന്ന മാസമേതാണ്? അല്ലാഹുമ്മ ബാരിക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞില്ലേ, റജബുൻ ശുഹ്റുല്ലാഹ് വശഅബാനു ശഹ്രീ. അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. വശഅബാനു ശഹ്രീ, എന്റെ മാസമാണ് ശഅബാൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആ ശഅബാൻ പടച്ചവര് വിട പറയാ മണിക്കൂറുകള് നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ, മാസങ്ങളുടെ നേതാവായ റമളാൻ, ലക്ഷങ്ങൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന, അതാ കടത്തി കൊണ്ടുപോകുന്ന റമളാൻ, ആ റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റജബ് നമ്മളെല്ലാവരും മറന്നു, ശഅബാനും നമ്മൾ മറന്നു കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ശഅബാൻ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ശഅബാൻ ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ്, ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ്. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ ഒരുങ്ങിയിട്ടുള്ളത്? നാളെ കഴിഞ്ഞ റമളാനാണ്, നാളെ കഴിഞ്ഞ റമളാനാണ്. റമളാൻ വന്നിട്ടല്ല നന്നാകേണ്ടത്, റമളാൻ വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സമയമാകുമ്പോ 5 നേരം ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സമയമാകുമ്പോ ബാങ്ക് വിളിക്കും, അപ്പോഴാണ് നിസ്കരിക്കേണ്ടത്. പള്ളിയിൽ നിന്ന് സമയമാകുമ്പോ 5 നേരം ബാങ്ക് വിളിക്കും, അപ്പോഴാണ് പള്ളിയിൽ പോയി നീ നിസ്കരിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് മാസം കടന്നു വന്നു. ഹജ്ജിന് പോകാനുള്ള പണം നിന്റെ കയ്യിലുണ്ട്. ഹജ്ജിന്റെ മാസത്തിൽ നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3 സക്കാത്ത് കൊടുക്കാൻ നീ അർഹനാണ്. നിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, അപ്പോൾ നീ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നീ അതാ നിന്റെ കയ്യിൽ പണമുണ്ടാകുന്ന സമയത്ത് നീ സക്കാത്ത് കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മുത്തുനബി അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? റമളാൻ വരുമ്പോ നോമ്പ് പിടിക്കണമെന്നല്ല, റമളാൻ വരുമ്പോ ഒരുങ്ങണമെന്നല്ല. അവിടെന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങണേ, മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങണേ. 2 മാസം മുമ്പ് നീ ഒരുങ്ങണേ എന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ, എല്ലാവരും ഇലക്ഷന്റെ തിരക്കിലായിരുന്നു. റജബും പോയി, ശഅബാനും പോയി, ഇനി റമളാനും കളയാനിരിക്കുകയാണ്. ഇത്രയും നാളും 23-ാം തീയതി വരെ ഇലക്ഷന്റെ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ വോട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ചിന്ത, ആരാണ് പൊട്ടുന്നത്, ആരാണ് പരാജയപ്പെടുന്നത്, ആരാണ് വിജയിക്കുന്നത്? ആരും ഒരുങ്ങുന്നില്ല, ആരും തയ്യാറാകുന്നില്ല, ആരും ഈ മാസത്തിന് മഹത്വം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ അവസാന സമയത്ത് ശഅബാൻ വിട പറയാ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ മാസം സാധാരണ മാസമല്ല, ഈ ശഅബാൻ നിസാര മാസമല്ല. ഈ മാസത്തിനൊരു മഹത്വമുണ്ട്, ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഇനിയുള്ള
മണിക്കൂറുകളെങ്കിലും ഈ മാസത്തിന്റെ മഹത്വം നിനക്കൊന്ന് മനസ്സിലാക്കാൻ, ഈ മാസത്തിനെ ഒന്ന് ബഹുമാനിക്കാൻ, ഈ മാസത്തിന്റെ പവിത്രത നിനക്കൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നീ ശഅബാനിന്റെ മഹത്വം പറയുന്നുണ്ട്. റബ്ബേ, മുത്തുനബിയുടെ മാസത്തിനെ ബഹുമാനിച്ചവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ പോയി നിസ്കരിക്കണം. ഹജ്ജിന്റെ ദുൽഹജ്ജ് മാസം കടന്നു വന്ന പൈസ ഉണ്ടെങ്കിൽ പോയി ഹജ്ജ് ചെയ്യണം. 3 സക്കാത്ത് കൊടുക്കാൻ നീ അർഹനാണെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷേ റമളാൻ മാസം വന്നാൽ നോമ്പ് പിടിക്കണമെന്നല്ല പറഞ്ഞ, നോമ്പ് പിടിക്കണം. അതിനോടൊപ്പം നീ 2 മാസം മുമ്പേ ദുആ ചെയ്യണം. അല്ലാഹുവേ അല്ലാഹുവേ റമളാൻ വരെ എനിക്ക് ആയുസ് തരണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം. റമളാൻ മാസത്തിലേക്ക് എന്നെ ഈ ആയുസ് നീട്ടി തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാനോ നിങ്ങളെങ്ങനെ ഒരുങ്ങാറുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതുപോലെ ഒരുങ്ങാൻ പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ 2 മാസം മറന്നു കളഞ്ഞു. ഈ വർഷം റജബും മറന്നു, ശഅബാനും മറന്നു. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. എല്ലാവരും എലക്ഷന്റെ ചൂടിലായിരുന്നു, ഇല്ലേ? എല്ലാവരും എലക്ഷന്റെ ചൂട്. ആര് ജയിക്കും, ആര് തോക്കും? ആരോ ജയിക്കട്ടെ, ആരോ തോക്കട്ടെ. അർഹതയുള്ളവൻ ജയിക്കും, അത്ര തന്നെ. ആരോ ജയിക്കട്ടെ, ആരോ തോക്കട്ടെ. നമുക്കിപ്പോ ഒന്നും ചിന്തിക്കാനില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും നിനക്ക് വലിയ നേട്ടമൊന്നുമില്ല. നിന്റെ വീട്ടിൽ അസ്രായിൽ വരിക തന്നെ ചെയ്യും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി ജയിച്ച അസ്രായിൽ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുവോ? പറ ചങ്ങാതിമാരെ, പോകില്ല. വരുവല്ലോ? വരുവോ? ഉറപ്പായിട്ടും വരും. പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനേ പറ്റൂ. നല്ല ഒരു ഭരണാധികാരി തരാം, അല്ലാതെ വേറൊന്നുമില്ല. വേറെ ഈ ഇപ്പോഴത്തെ സാഹചര്യം അത്ര എനിക്ക് പറയാം. ഈ വാഴതൊക്കെ ലൈവായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. നമുക്കറിയാം വലിയ കാര്യമൊന്നുമില്ലാന്ന്. പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അഹങ്കാരികളുടെയും അക്രമകാരികളുടെയും കയ്യിൽ അള്ളാഹു ഈ രാജ്യത്തിന്റെ അധികാരം നീ കൊടുക്കല്ലേ തമ്പുരാനെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ആരോ ജയിക്കട്ടെ, ആരോ തോക്കട്ടെ, നിങ്ങളാരും തോക്കരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങളാരും തോറ്റുപോകരുത്. അള്ളാഹു നമ്മളെയൊക്കെ വിജയികളിൽ പെടുത്തുമാറാകട്ടെ, വിജയികളിൽ പെടുത്തുമാറാകട്ടെ. ആരാ വിജയി? ഇലക്ഷന് നിന്നിട്ട് ജയിക്കുന്നവനല്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് A+ വാങ്ങി ജയിക്കുന്നവനല്ല. ആരാണ് യഥാർത്ഥ വിജയി എന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയി. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. അങ്ങനെ പറഞ്ഞാൽ നീ വിജയിച്ചു, ഇല്ലെങ്കിൽ നീ തോറ്റുപോയി. അള്ളാഹു വിജയിക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു വിജയിക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇനിയുള്ള മണിക്കൂറുകൾ ചവിട്ടിത്തേക്കാനുള്ളതല്ല, പാഴാക്കി കളയാനുള്ളതല്ല. ഇനിയുള്ള മണിക്കൂറുകൾക്ക് വല്ലാത്ത വിലയാണ്. അതുകൊണ്ട് പാഴാക്കി കളയല്ലേ. മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, വശഅബാനു ഹുവൽ മുകഫിറൂൻ. ഈ മാസത്തിന്റെ ഒരു മഹത്വം ഞാൻ പറയാം. ഇനിയുള്ള മണിക്കൂറുകൾ പാഴാക്കേണ്ട മണിക്കൂറുകളല്ല. ആ മണിക്കൂറുകളുടെ വില എന്തെന്നറിയുമോ? വശഅബാനു ഹുവൽ മുകഫിറൂൻ. പാപങ്ങൾ പൊറുക്കുന്ന മാസമാണ് ശഅബാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാപം പൊറുക്കുന്ന മാസമാണ്. റമദാനിന്റെ 27-ാം രാവിലെ ഒറ്റ ദിവസം കൊണ്ട് കഴുകിക്കളയാമെന്ന് നീ ചിന്തിക്കുന്നതെങ്കിലോ, എന്റെ ചെറുപ്പക്കാരാ, ഈ മാസം കഴുകിക്കളയടാ. ഇത് പാപം പൊറുക്കുന്ന മാസമല്ലോ. ഞാനും നിങ്ങളും ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. പഠിച്ചവനെ, കൂടി പാപങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ
ദിവസത്തെ കണക്കു മാത്രം എടുക്കൂ. രാവിലെ മുതൽ 8:30 ഈ സമയം വരെ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ കണക്കെടുക്കൂ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം മാത്രം ചെയ്ത പാപത്തിന്റെ കണക്കെടുക്ക് സഹോദരാ. ഇതെല്ലാം അല്ലാഹു നിന്നോട് ചോദിക്കുമല്ലോ. ഈ ചുമലിലിരിക്കുന്ന മലക്കുകൾ ഉറങ്ങുകയല്ല, 24 മണിക്കൂറും അല്ലാഹുവേ അവര് കണ്ണ് തുറന്നിരിക്കുകയാണല്ലോ. അവര് നമ്മുടെ സർവ്വകാര്യങ്ങളും എഴുതി വെക്കുകയാണല്ലോ. ഇതെല്ലാം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ അതാ ഖബർ വെട്ടിപ്പൊളിച്ചിട്ട് പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തിവെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് മുഖത്ത് മാംസമില്ലാതെ 41 വിഭാഗത്തിലെ ജനങ്ങള് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ പരലോകമെന്ന് പറയുന്ന ഭയാനകമായ കോടതിയുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ നൂൽബന്ധം പോലുമില്ലാതെ ചെരുപ്പിടാതെ തല താഴ്ത്തി പിടിച്ച് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. 15 ലക്ഷം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന ശുചിക്കുള്ള സൂര്യന്റെ ചൂട് ഈ സമയത്തും എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും വസ്ത്രമില്ലാതെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു ചാണ് മുകളില് റബ്ബേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. പെങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമ്പോൾ കറി വെക്കുമ്പോൾ അത് കിടന്ന് തിളയ്ക്കുന്നത് പോലെ തലച്ചോറ് തിളയ്ക്കുമ്മ. അതാ തലച്ചോറിങ്ങനെ തിളയ്ക്കുകയാണ്, മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ്. പടച്ചവനെ ഭയാനകമായ ദിവസമാണ് അന്ന് നൊന്ത് പ്രസവിച്ചത്. എന്റെ ഉമ്മമാര് പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എങ്കിലെന്റെ പെറ്റുമ്മ നാളെ പരലോകത്തൊരു ഗർഭിണിയുണ്ടെങ്കിൽ അവള് പ്രസവിച്ചാൽ വേദന അറിയില്ല ഉമ്മ. ഒരു പെണ്ണങ്ങ് സുഖപ്രസവം നടത്തിയാൽ അവിടെ നിന്നൊരു പെണ്ണങ്ങ് പ്രസവിച്ചാൽ അവൾ ഒന്നും അറിയൂല. ആ വേദന അവൾ അറിയാതെ പ്രസവിച്ചു പോകും. പിഞ്ചു കുഞ്ഞുങ്ങള് പേടിച്ചിട്ട് മുടിയങ്ങ് നരയ്ക്കുകയാണ്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിന് മാതാവ് വലിച്ചെറിഞ്ഞിട്ട് ഓടുന്ന ദിവസവാ. ഒരാളും നിന്നെ കണ്ട പരിചയം കാണിക്കൂല. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂള. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല അതങ്ങു ചെന്നാല് കോള. അതാ വായിലൂടെ അതാ മൃഗങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ വായിലൂടെ പതയും നിറയും വരുന്നത് പോലെ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിന്റെ വായിലൂടെ അതാ ഇളയിങ്ങനെ ഒലിക്കുകയാണ്. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ്. ആ ഭയാനകമായ ദിവസം ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഒരു കിതാബ് നമ്മുടെ കയ്യിലേക്ക് എടുത്ത് തരികയാണ്. അത് വായിക്കാൻ തരികയാണ്. തുറന്നു നോക്കിയിട്ട് ഓരോ മനുഷ്യനും അല്ലാഹുവിനോട് ചോദിക്കുകയാ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്ത് കിതാബാണ് തമ്പുരാനെ?
ഇതെന്ത് കിതാബാണ് തമ്പുരാനെ? ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ചെറുതും വലുതും ഒറ്റയ്ക്കും മറിഞ്ഞും കൂട്ടായും ചെയ്തത് മുഴുവനും ഇതിനകത്തുണ്ടല്ലോ. എല്ലാം ഇതിനകത്തുണ്ട് തമ്പുരാനെ, ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ അല്ലാ. ഇതെന്ത് കിതാബാണ് റബ്ബേ? മാലിഹാദൽ കിതാബ്. അന്ന് നിന്റെ വാപ്പ നിന്റെ മുന്നിലൂടെ പോകും, നിന്നെ കണ്ട പരിചയം കാണിക്കൂല, പെറ്റതല്ല അതാ തിരിഞ്ഞു നോക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ശഅബാനിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, ഹസിബൂ ഖബല അൻ തുഹാസബൂ. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്ന് വിചാരണ ചെയ്യ ചെറുപ്പക്കാരാ. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്ന് ആലോചിക്കടാ. എന്നിട്ട് നിനക്കൊന്ന് തൗബ ചെയ്തുകൂടെ? കള്ളു കുടിച്ചിട്ടുണ്ടോ? പെണ്ണ് പിടിച്ചിട്ടുണ്ടോ? പലിശ തിന്നിട്ടുണ്ടോ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ടോ? പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ചതിച്ചിട്ടുണ്ടോ? എന്തെല്ലാം വൃത്തികേടുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തവരാണ്. ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണോ? ഇതൊക്കെ ഒന്ന് കഴുകണ്ടേ? നമുക്കൊന്ന് ശുദ്ധമാകണ്ടേ? നമുക്കൊന്ന് നല്ല രീതിയിൽ മരിക്കണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ചെയ്തു പോയ പാപങ്ങളൊന്ന് കഴുകടാ ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ നീ ചോദിക്കും, ഉസ്താദേ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ ഉസ്താദേ? അല്ല പുറത്തു തരുവടാ പൊന്നുമോരെ. അല്ലാഹു പറയുകയാണ്, കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഇതല്ലയല്ലേടാ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു പറയുന്ന നബിയേ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ. അല്ലാഹരെന്നറിയുവോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുടിച്ച് മൂടിയ അപരാധികൾക്ക് പുറത്തു കൊടുത്തവരാ നിന്റെ റബ്ബ്. പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? അതുകൊണ്ട് ചെയ്തത് നീ അല്ലാഹുവോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ നീ പറയണം കുടിച്ചെന്ന്, വ്യഭിചരിച്ചെങ്കിൽ പറയണം വ്യഭിചരിച്ചെന്ന്, പലിശ തിന്നെങ്കിൽ പറയണം പലിശ തിന്നെന്ന്. ഒരു നാണവും വേണ്ട, ഒരു മടിയും വേണ്ട. ചെയ്തത് അല്ലാഹുവിന്റെ മുന്നിൽ നീ ഏറ്റു പറയടേ. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമൂർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. ചെയ്തു പോയ പാപമല്ലാന്റെ മുന്നില് ഓരോന്നായി ഏറ്റു പറയണം. മണ്ണുവാരി തലയിലിട്ടിട്ട് കടന്ന് കരയടാ, കടന്ന് വിളിച്ചു കൂവടാ. അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. നീ ഒരു ഭ്രാന്തനെ പോലെ അല്ലാഹുവേ നീ കടന്ന് നിലവിളിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട്, വ്യഭിചരിച്ചെന്ന് പറഞ്ഞിട്ട്, പലിശ ചെയ്ത് കുടിത്തിന്നെന്ന് പറഞ്ഞിട്ട്, ഒരുപാട് വൃത്തികേടുകൾ ചെയ്തു. നന്നാകാൻ മനസ്സില്ലാതെ നടക്കല്ലേടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, മോളെ ഒരുപാട് പാപം നീ ചെയ്യുന്നുണ്ട്, ആരും അറിയുന്നില്ല, അത് രഹസ്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കുകയാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത്.
ചെറുപ്പക്കാരാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് വല്ലവന്റെ പെണ്ണും പിള്ളയുടെ മണിയറയിൽ കടന്നു പോയിട്ട് നാട്ടുകാര് പിടിക്കാതെ രക്ഷപ്പെടുന്നത് നിന്റെ തന്ത്രമാണെന്ന് നീ കരുതരുത്. അള്ളാഹു പൊട്ടനൊന്നുമല്ലടാ ചെറുപ്പക്കാരാ, അള്ളാഹു ഒന്നും കാണാത്തവനല്ലടാ. അള്ളാഹു എന്തിനാണ് നിന്നെ പിടിപ്പിക്കാത്തതെന്നറിയോ? നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ, നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, അവരെ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടാടാ. പെങ്ങളെ, നീ ചെയ്യുന്ന അഹങ്കാരത്തിന്റെ പേരിൽ നിന്റെ പിഞ്ചുമക്കളെ യതീമാക്കണ്ട എന്ന് കരുതിയിട്ട് റബ്ബ് കാണിക്കുന്ന കരുണയാ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും പൊന്നുമോനെ. അതുകൊണ്ട് തുടരല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ഒരു പേടിയും വേണ്ട. എത്ര വലിയ ദ്രോഹം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുന്നവനാ. അല്ലാഹു കരുണയുള്ളവനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഞാൻ വലിയ പാപം ചെയ്തവനാണ്, അതുകൊണ്ട് ഇനി എന്തായാലും നശിച്ചു, ഇനി പോകട്ടെ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന് പറഞ്ഞ് നടക്കല്ലേ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് ഒരു ചരിത്രം പറയുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഉമർ വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഉമറേ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? നിനക്കെന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ആരും ഉപദ്രവിച്ചില്ല, എന്നെ ആരും വേദനിപ്പിച്ചില്ല. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയുവോ? വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അതാ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. റസൂലുള്ളാഹിന് വല്ലാത്ത അത്ഭുതമായി. കാരണം പറയുന്നത് ഉമറാണ്. ആരാ ഉമറാരാ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ. ശൈത്താൻ പോലും ഉമർ നടക്കുന്ന വഴിയിലൂടെ നടക്കൂല. ഈ ഉമറിനെ കരയിപ്പിച്ചതാരാ? അല്ലാഹ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചു. അവസാന പലകയെടുത്ത് നിരത്തി പിടിമണ്ണ് വാരിയെറിഞ്ഞു. എല്ലാവരും സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരും കാണാതെ ഖബറിന്റെ മുകളിൽ ഞാനൊരടയാളം വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്, പലകയെടുത്ത് മാറ്റുകയാണ്, ഖബറിന്റെ അകത്തിറങ്ങുകയാണ്. ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ടം തുണിയുണ്ടല്ലോ, ആ കഫം തുണികൾ ഞാൻ അടിച്ചെടുക്കും നബിയേ. ഞാൻ കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാണ് നബിയേ. കഴുകി ശുദ്ധമാക്കി അതാ പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന
സർവ മയ്യത്തുകളും ഔറത്തു മറയ്ക്കാതാ കിടക്കുന്നത്. കാരണം ഞാൻ അവരുടെ തുണി മൂട്ടിച്ച കള്ളനാട്. റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ പ്രവാചകൻ പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ. പക്ഷേ ആ ചെറുപ്പക്കാരൻ കരച്ചിൽ നിർത്തുന്നില്ല. ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെ കിടന്ന് വിളിച്ചു കൂവുകയാ. ഇനി എന്തിനാ കരയുന്നത്? ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ, എന്നെ പോലെ ദ്രോഹം ചെയ്ത ഒരാൾ ഈ ദുനിയാവിലില്ല. ഞാൻ അത്രയ്ക്കും വലിയ കൊടുംപാപം ചെയ്തവനാ. എനിക്കല്ല പുറത്തു തരൂല. മണ്ണ് വാരിയിട്ട് തലയിലിടുകയാണ്, കിടന്ന് വിളിച്ചു പോവുകയാണ്. റസൂലുള്ള ചോദിച്ചു, അത്രയ്ക്കും വലിയ എന്തു പാപമാ നീ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടില് കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു പെണ്ണു മരിച്ചു നബിയേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു സുന്ദരിയായ അല്ലാഹുവിനെ പേടിച്ച് നടന്ന ഒരു പെണ്ണു മരിക്കുകയാണ്. അവളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി അടയാളം വെച്ച് തിരിച്ചു വന്നു. പാതിരാത്രി എപ്പോഴും പോകുന്നത് പോലെ പോയി കബറിന്റെ മണ്ണ് മാറ്റി അകത്തിറങ്ങി പെണ്ണിന്റെ ശരീരത്ത് നിന്ന് തുള്ളികൾ അഴിച്ചെടുത്തു, പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി. എന്നിട്ട് ഞാനിങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടക്കുമ്പോ യാ റസൂലല്ലാഹ്, ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. അവളുടെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു നബിയേ. എനിക്ക് വികാരം തോന്നി നബിയേ. എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി ഖബറിന്റെ അകത്തിറങ്ങിയിട്ട് മഅദല്ലാഹ്, ആ മയ്യത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല നബിയേ. ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഉമർ തങ്ങൾ ബോധം കെട്ട് വീണു. കേൾക്കേണ്ട താമസം. മയ്യത്തിനെ വ്യഭിചരിച്ച കഥ പറയുമ്പോ ഉമർ തങ്ങൾ പിടഞ്ഞു വീണു. അല്ലാഹുവിന്റെ റസൂല് തളർന്നുപോയി. കൈകാലുകൾ ഇരുന്ന് വിറയ്ക്കുകയാണ്. മുത്തുനബി പൊട്ടിക്കരയുന്ന കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ പാപപാട്! മരിച്ച മയ്യത്തിനെ കബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചവരാ. അല്ലാഹുവേ, മുത്തുനബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഫഹല്ലി മിനത് തൗബ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ. മുത്തുനബി പറഞ്ഞു, കരയടാ. അല്ലാഹുവിന്റെ മുന്നിൽ പാതിരാത്രി എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ചെയ്തത് പടച്ചവരോട് ഏറ്റു പറമോരേ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എത്ര വലിയ പാപം ചെയ്താൽ നീ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തവനല്ലല്ലോ, നീ മയ്യത്തിനെ വ്യഭിചരിച്ചവനല്ലല്ലോ. എടാ, അങ്ങനെ വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തില്ലേ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിനക്കുള്ളതാണ്. എങ്ങനെ പറയണമെന്നറിയുമോ? എങ്ങനെയാണ് പറയേണ്ടതെന്നറിയുമോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. അല്ലാഹ്, ഈ ലോകത്ത് നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളില്ല തമ്പുരാന്. നിന്നെക്കാളും പൊറുക്കുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലില്ല. നീയല്ലാതെ എനിക്കാരുമില്ല. നീ എന്നെ ആട്ടി ഓടിച്ചാ ഞാൻ എവിടെ പോകാനാ? അല്ലാഹ്, പടച്ചവനെ, ഈ ദുനിയാവെന്നെ ചതിച്ചതാണ്. ഈ ദുനിയാവെന്നെ ചതിച്ചതാണ്. ശൈത്താൻ എന്നെ പിഴപ്പിച്ചതാ തമ്പുരാന്. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ. നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ,
അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല, നീ കണ്ടാ എനിക്കൊന്നുമില്ലെന്ന് കരുതിയിട്ടല്ല. പെട്ടുപോയതാ തമ്പുരാന്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപം ഇന്ന് ഏറ്റുപറഞ്ഞാൽ, റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതിമാനാണ്. ഒരു ശിക്ഷ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യന് 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദര, ചെയ്ത പാപവും ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാ? നന്നാകണ്ടേ? ഒന്ന് നന്നായി കൂടെ? അപ്പൊ നീ ചോദിക്കും, ഉസ്താദ് അല്ല എനിക്കിട, നിങ്ങൾ ആരെങ്കിലും മയ്യത്തിനെ വ്യഭിചരിച്ചിട്ടുണ്ടോ? ഈ സദസ്സിൽ ആരെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അടാ, കബറിന്റെ അകത്ത് കൊണ്ടുപോയ കബറടക്കിയ പെണ്ണിനെ കബറുമാന്തിയിട്ട് അതിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവൻ അല്ല പുറത്തു കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ നിനക്കെന്ത് ചോദിക്കാൻ പേടി? നിനക്കെന്ത് ചോദിക്കാൻ പേടി? അല്ലയല്ലേ പറഞ്ഞേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഞാൻ പുറത്തു തരാന്ന് അല്ലയല്ലേ പറഞ്ഞേ, പിന്നെ എന്തേ ചോദിക്കാത്തത്? അല്ലാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരു തെറ്റിന്റെ പേരിൽ ഇന്ന് നീ ഇവിടെ വെച്ച് ഏറ്റുപറഞ്ഞ് കരഞ്ഞു വിളിച്ച് നീ തൗബ ചെയ്താ നാളെ അല്ലാഹു പരലോകത്ത് നിന്നോട് കരുണ കാണിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് പാപം പൊറുക്കുന്ന മാസമാണ് ഈ മാസം. ഇനി ഈ മാസത്തിൽ കയ്യിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും നിനക്ക് അവസരമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോണം. നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കണ്ട. ഇനി അല്ല നിനക്ക് അവസരം തന്നില്ല എന്ന് ഞാനോ നിങ്ങളോ പറയാൻ പാടില്ല. ഒരു ചാൻസ് കൂടെ തരുന്നു, വേണമെങ്കിൽ നന്നായിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗബ ചെയ്യാൻ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് തൗബ ചെയ്യോ? ചെയ്യാൻ മനസ്സുള്ളവർ കൈപൊക്ക്. ഇന്ന് തൗബ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിരിയൂ എന്ന്. കൈപൊക്കാത്തവനുള്ള പ്രതിഫലം ഞാൻ പറയാം. നീ അപ്പം കാല് വരെ പൊക്കും, പക്ഷെ ഞാൻ പൊക്കാൻ തരും. ഒറ്റ വെട്ടവേ അവസരമുള്ളൂ, വേണമെങ്കിൽ പൊക്കിക്കോ. ഇന്ന് ഇവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പിരിയാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. എന്താ പരക്കയ്യന്മാരുണ്ടാ? പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോ ഈ ഒറ്റ നന്മയ്ക്ക് പകരം അള്ളാഹു നിനക്ക് സ്വർഗം തരും. കാരണം ചാകാൻ കിടന്ന ഒരു പട്ടിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹ് അത്രയ്ക്കും കരുണയുള്ളവനാ. ചിലപ്പോ ഈ കൈപൊക്കിയതിന്റെ പേര് രക്ഷപ്പെടുത്തിയാലോ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ തൗബ ചെയ്യല്ലേ? എന്നെ താത്താമാരെ, എന്താ തൗബ ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഓ പിന്നെ നിങ്ങളെ പോലെ എത്ര ഉസ്താദന്മാര് തലകുത്തി നോക്കിയിട്ടുണ്ട്, എന്നെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചിലതുണ്ടല്ലോ. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാര്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശൈത്താനെക്കാളും വലിയ ശൈത്താനുണ്ട്. അറിയൂ ആരാന്ന്? അറിയില്ല? ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെന്നറിയോ? അറിയില്ല? ഹദീസിന്റെ കിതാബിൽ കാണാം, നാളെ പരലോകത്ത് നരകത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ശൈത്താൻ വാഴ്ന്നു പറയും. നരകത്തിന്റെ മുന്നിൽ വെച്ച് ശൈത്താൻ വാഴ്ന്നു പറയുന്ന. അപ്പൊ ശൈത്താൻ ഇങ്ങനെ ഇരിക്കും, നരകത്തിന്റെ മുന്നിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന. അപ്പൊ ഇങ്ങനെ ഓരോരുത്തര്, അളിയ പൊക്കോ ഞാൻ വന്നേക്കാം. ഇങ്ങനെ ശൈത്താൻ പറയും, നീ പൊക്കോ ഞാൻ വന്നേക്കാം, പുറകെ വന്നേക്കാം, നീ പൊക്കോ. ഓരോരുത്തരിങ്ങനെ നരകത്തിലേക്ക് കയറ്റിവിടാ. അപ്പൊ നോക്കുമ്പോ ഒരാളിങ്ങനെ നടന്നു വരുന്നു. ആരാ നടന്നു വരുന്നേ? വേറെ ശൈത്താനുണ്ട്. ആരാ അവനറിയോ? അല്ലാഹു അലം. ഫിറൗൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഫിറൗൻ ഇങ്ങനെ വരിക. ഫിറൗൻ ഇങ്ങനെ വരുമ്പത്തേക്ക് ഇബ്ലീസ് ഇരിക്കണ സ്ഥലത്തുനിന്ന് പതുക്കം എഴുന്നേക്കും. ടീച്ചർ വരുമ്പോ വിദ്യാർത്ഥികൾ എഴുന്നേക്കണമല്ലേ? ശൈത്താൻ എഴുന്നേറ്റ് നിൽക്കും അത്രേ. അപ്പൊ ഫിറൗൻ ചോദിക്കും അത്രേ, നീ എന്താ എന്നെ കണ്ടപ്പോ എഴുന്നേറ്റേന്ന്? അളിയ, നീ സാധാരണ ആടല്ല, ഇവരെ പോലൊന്നുമല്ല, നിന്നെ കണ്ടാ എഴുന്നേക്കണം. അപ്പൊ ഇബ്ലീസിനോട് ചോദിക്കും അത്ര, എടാ എന്നെ പിഴപ്പിച്ചത് നീയല്ലേടാ, എന്നെ പിഴപ്പിച്ചത് നീയാ, എന്നിട്ട് ഞാൻ വരുമ്പോ നീ എഴുന്നേക്കുന്നോ? അപ്പൊ ഇബ്ലീസ് പറയും അത്രേ,
നിന്നെ പിഴപ്പിച്ചത് ഞാനാ, ഈ നരകത്തിൽ കിടക്കുന്നവരെ മുഴുവനും പിഴപ്പിച്ചത് ഞാനാ. പക്ഷെ നീ എന്നെ പോലെയല്ല. നീ ആരെന്നറിയോ? ലോകത്തുള്ള എല്ലാവരെയും ഈ നരകത്തിൽ കിടക്കണവരെ മുഴുവനും പിഴപ്പിച്ചത് ഞാനാ. പക്ഷെ ഞാൻ ഇന്ന് വരെ ആരോടും അല്ലാഹ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശൈത്താൻ പറഞ്ഞിട്ടുണ്ടോ? ശൈത്താൻ ഇന്ന് വരെ ഒരാളോടും ഞാനാ റബ്ബെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ആര് പറഞ്ഞു? അല്ലാഹ്. ഫിർഔൻ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ സാധാരണ ആളല്ല, നിന്നെ ബഹുമാനിക്കണമെന്നാ. അവന്റെ മക്കൾ ഇപ്പോഴും പലരും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര പറഞ്ഞാലും തിരിയാത്ത ചില ആൾക്കാർ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് തൗബ ചെയ്തിട്ട് വേണം നമുക്ക് പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറക്കപ്പറ ചെയ്യൂലേ? ചെയ്യും. ചിലർക്ക് പിന്നെ എത്ര പറഞ്ഞാലും അങ്ങോട്ട് കേറൂല. അവരുടെ മനസ്സിൽ ഒരു ചിന്ത എന്തെന്നറിയോ? കുറച്ചു കാലം കൂടെ ഇവിടെ ജീവിക്കും, ഇത്തിരി കഴിയട്ടെ എന്നാ. കുറച്ചു കാലം കൂടെ കഴിയട്ടെ, അത് കഴിഞ്ഞൊക്കെ തൗബ ചെയ്യാം. ആരാ പറഞ്ഞ നീ കുറച്ചു കാലം ജീവിക്കുമെന്ന്? മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കാക്ക നീ എന്തേ കാക്ക കൈപൊക്കാത്തെ? നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിലും നിന്നെ പൊക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പൊക്കുവോ? ഈ ഫാൻ വേണ്ട. ഇപ്പം ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് ഇരുന്ന് വയല് പറയാൻ അറിയില്ല, പക്ഷെ കാലിനൊരു വേദന ഉള്ളതുകൊണ്ടാ. അപ്പൊ ഇൻഷാ അല്ലാഹ് വയല് പിന്നീട് ഒരിക്കൽ, ഇപ്പൊ ഒരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞേ? ഇതിപ്പോ പറഞ്ഞേ എല്ലാവരും മരിക്കുമെന്നറിയാം, പക്ഷെ നമ്മുടെ ചിന്ത ഇപ്പോഴെങ്ങും മരിക്കൂല എന്നാ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണ? പറ. ഒരാള് മരിക്കാൻ മരണം അടുത്തോ എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾക്കൊക്കെ നാട്ടുകാരെ വിട്, നിങ്ങൾക്കല്ല. നിങ്ങൾ ഇത്രയും നാളും വല്ലവരുടെ മയ്യത്തടക്കി. ഇവരാണെങ്കിൽ കവർ വിളിച്ചു കൊടുക്കും, കവർ വെട്ടിക്കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, കഫം പൊതിയുന്നു. എന്നാൽ ഇവർക്കൊക്കെ മരിക്കാൻ സമയമായോ എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? ഇല്ല. അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പുറ നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ മരണം അടുത്തോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര അടയാളം? കേൾക്കണോ? മരണത്തിന്റെ 3 അടയാളം കേൾക്കണോ? താല്പര്യമുള്ളവർ കൈവക്കിക്കേ. ഉള്ള സമാധാനം പോകും കേട്ടാ. അൽഹംദുലില്ലാ. നിങ്ങൾ എങ്ങനെയാ? ഇൻഷാ അല്ലാഹ് അടയാളമൊക്കെ ഞാൻ പറഞ്ഞുതരാം. 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരെണ്ണം ഉണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേക്കാൻ അള്ളാഹു ആയുസ് തന്ന കടം വല്ലതും ഉണ്ടെങ്കിൽ വീട്ടണം. പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം. യാത്ര പറയാനുണ്ടെങ്കിൽ യാത്ര പറയണം. പിണക്കമൊക്കെ മാറ്റണം. പറ്റുമെങ്കിൽ പോയിട്ട് പള്ളിപ്പറമ്പിൽ പോയി ഒരു കുഴി എടുത്തിടണം. നിനക്ക്, നാട്ടുകാർക്കല്ല, നിങ്ങൾക്ക് വേണ്ടി ഇവിടത്തെ പള്ളിയിൽ പോയിട്ട് ഒരു കബർ കുഴിച്ചിട്ടോണം. താത്താമാരോട് പറയും നിന് ഫർദ ഒന്നും വാങ്ങണ്ടട്ടാ, പോയിട്ട് നല്ല കഫൻ തുണി, നിന്നെ പൊതിയാനുള്ള തുണി നിങ്ങൾ തന്നെ നാളെ രാവിലെ പോയി വാങ്ങിക്കോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ. നേരെ ഇരിക്ക്. നാളെ രാവിലെ പോകാനുള്ളവരെന്തിനാ അപ്പൊ ഈ കടപ്പുറത്തിരിക്കുന്ന ഇങ്ങനെ കയ്യും കാലും നീട്ടി ഗർഭിണി? നേരെ ഇരി. നാളെ രാവിലെ പോവല്ലേ, അവിടെ പോയി ഒരുപാട് കാലം റെസ്റ്റ് എടുക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ പോയിട്ട്? പള്ളിക്കാട്ടി പോയി റെസ്റ്റ് അല്ലേ? നിസ്കരിക്കണ? വയലേക്കാൻ പോണ? ഒന്നുമില്ല. കൊണ്ട് കടത്തിയ അവിടെ കടന്നോണം. തല ഇടിക്കും എഴുന്നേറ്റ. ഓടാൻ പറ്റുമോ? നിന്റെ വാപ്പാനെ കൊണ്ടിട്ടിട്ട് കൊല്ലങ്ങളായി. എത്ര കൊല്ലം? ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കിടക്കണം. അള്ളാഹു നല്ലതുപോലെ കിടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മരണത്തിന്റെ 1ാമത്തെ അടയാളം. റോഡിൽ നിൽക്കണ കാക്കാമാരൊക്കെ കേട്ടോ, എന്നിട്ട് ഇറങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ ഇറങ്ങി നിൽക്കേട്ടാ. ഒന്ന് ഇല്ലെങ്കിൽ പോയി ഇങ്ങോട്ട് നോക്ക്. ബക്കറ്റ് എടുക്കാൻ സമയമായ ഇപ്പൊ എഴുന്നേറ്റ് ഓടും. അവിടെ വെച്ചേരെ ബക്കറ്റ് എടുക്കാൻ തന്നെ പറയാൻ പേടിയാ. കാരണം ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമുണ്ട്. അവര് കേൾക്കട്ടെ വയല്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1ാമത്തെ അടയാളം
ഒന്ന്, എല്ലാവരും തലയിലിട്ടിരിക്കുന്ന തൊപ്പിയൊക്കെ ഒന്ന് ഊരണം. ഇന്ന് ഇപ്പൊ ഊരണ്ട. എല്ലാരും തലയിലും താടിയിൽ, ആണുങ്ങൾ താടിയുള്ളവർ, തലയിൽ മുടിയുള്ളവർ. എന്റെ ഉമ്മമാര് മുഴുവൻ ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് തലയിലിട്ടിരിക്കുന്ന ഷാളിങ്ങനെ ഊരണം. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട്, ഇന്ന് പോയി ചോറൊന്നും തിന്നണ്ടോ, ആദ്യം വീട് തുറന്ന് നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ പാപ്പ നിനക്ക് പോകാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ നബി മുഹമ്മദ് മുസ്തഫ. തലയിലും താടിയിലും നോക്കടാ മോനെ. അപ്പാ നീ നല്ലതുപോലെ നോക്കിക്കോ. ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ കഫൻ തുണി നീ തന്നെ വാങ്ങി വെച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി നരയ്ക്കാൻ വല്ലതും ഉണ്ടോ? അത് ചിന്തിച്ചാൽ മതിയല്ലോ. ഒരെണ്ണമല്ല ഉസ്താദേ, ഉള്ളത് മുഴുവനും നരച്ചിരിക്ക.